നോക്കാം. അയ്യങ്കര ഇല്ലത്ത് വാഴുന്നവർ എന്ന നാടുവാഴിക്ക് കുട്ടികളില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയായ പാടിക്കുട്ടിയമ്മ വലിയൊരു ശിവഭക്തയായിരുന്നു. കാര്യസാധ്യത്തിനായി ശിവന് ബലിയായി അവർ പലതും അർപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്വപ്നത്തിൽ അന്തർജനം ശിവനെ കണ്ടു. പിറ്റേ ദിവസം അടുത്തുള്ള ഒരു അരുവിയിൽ കുളിച്ചു കയറി വരുന്ന വഴി അവർ ഒരു പൂമത്തേലായി ഒരു കുഞ്ഞ് കിടക്കുന്നത് കണ്ടു. ആ കുട്ടിയെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അവർ സ്വന്തം മകനെ പോലെ വളർത്തി. എന്നാൽ ഈ കുട്ടി വളർന്നു വന്നപ്പോൾ മനയ്ക്കടുത്തുള്ള കാട്ടിൽ അമ്പും വില്ലും എടുത്ത് വേട്ടയ്ക്ക് പോകുന്നത് പതിവാക്കി. അങ്ങനെ കാട്ടിൽ വേട്ടയാടുന്നതും താഴ്ന്ന ജാതിക്കാരുമൊത്ത് ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ അന്നത്തെ നമ്പൂതിരി ആചാരങ്ങൾക്കൊക്കെ എതിരായിരുന്നു. അങ്ങനെ ഇതിൽ കുപിതരായ മാതാപിതാക്കൾ കുട്ടിയോട് ഇതൊക്കെ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ കുട്ടി അത് ചെവിക്കൊണ്ടില്ല. അയ്യങ്കര വാഴുന്നവർ ഇതോർത്ത് വളരെ നിരാശനായി. അങ്ങനെ ഒരു ദിവസം വാഴുന്നവർ കുട്ടിയോട് കുപിതനായപ്പോൾ അവൻ അമ്പും വില്ലും എടുത്ത് തീക്കണ്ണുകളോടെ അവർക്ക് മുന്നിൽ തന്റെ വിശ്വരൂപം കാണിച്ചു നിന്നത്രേ. ഇത് കണ്ട മാതാപിതാക്കൾ അവനൊരു സാധാരണ കുട്ടിയല്ലെന്നും ഒരു ദൈവമാണെന്നും കരുതി അവർ അവന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. കുട്ടി അവരെ അനുഗ്രഹിച്ചു നിന്നു. ഇതിനുശേഷം